പ്രൈസ് ലോർഡ്. പുതുവത്സര ആശംസകൾ. 2025 തീരാറായി. 2026ലേക്ക് കാലെടുത്ത് വെക്കാൻ ചില മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളല്ലോ. ലോകത്തിലെ ഒരു വലിയ കൂട്ടം ജനം ഈ വരുന്ന പുതുവത്സര പിറവി ആഘോഷിക്കാൻ വെമ്പി നിൽക്കുകയാണല്ലോ. അതുപോലെ തന്നെ ആത്മീയ ലോകത്തിലും 2025ന്റെ വിലയിരുത്തലും 2026ലേക്കുള്ള പുതിയ തീരുമാനങ്ങൾക്കുമായിട്ടുള്ള ഒരുക്കങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. ഈ സമയത്താണ് വാക്തത്വ വചനങ്ങളും പോസിറ്റീവ് തിങ്കിങ്ങും ഒരു മലവെള്ള പാച്ചിൽ പോലെ സോഷ്യൽ മീഡിയയിലും മറ്റാത്മീയ പ്രസംഗങ്ങളിലും വന്നു നിറയുന്നത്. ചിലർ പുതിയ വർഷത്തിൽ വിശ്വാസം കൊണ്ട് പലതും നേടാമെന്ന് പറയുന്നു, വിശ്വസിക്കുന്നു. ചിലർ നമ്മൾ നല്ലത് മാത്രം പറയുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു അനുഗ്രഹ പെരുമഴ സൃഷ്ടിക്കാമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ലോകത്തിലെ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഈ സന്ദേശം തയ്യാറാക്കിയത്. ഇതിനൊക്കെ ബൈബിളിനെ കൂട്ടുപിടിക്കുന്നവരോടും അതിൽ വൃഥ ആശ്വസിക്കുന്നവരോടുമായി ചില കാര്യങ്ങൾ പറയട്ടെ. ആദ്യമായി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ ഒരു വിരോധാഭാസത്തെക്കുറിച്ച് പറയാം. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അലസരായിരിക്കുന്നവരിൽ ഉത്സാഹം സൃഷ്ടിക്കുവാനും അവരെ കൂടുതൽ ക്രിയാത്മകമാക്കാനും അത് പ്രയോജനപ്പെടാറുണ്ട്. നീ ജയിക്കും, പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ് എന്നൊക്കെ പറയുന്നത് ചിലരിലൊക്കെ അല്പം നിരാശ മാറ്റുവാൻ ഉതകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, അതൊക്കെ നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചിട്ട് വന്നതാണോ എന്നൊരൊറ്റ ചോദ്യം സ്വയം ചോദിച്ചാൽ ക്രിസ്ത്യ ജീവിതത്തിലെ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങിന്റെ കാറ്റുപോകും. അതുപോലെ തന്നെ വിശ്വസിക്കുന്നത് എല്ലാം സംഭവിക്കുമെന്ന ചിന്തയും ആഹ്വാനവും സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവത്തിന്റെ ഇഷ്ടത്തെ ധിക്കരിക്കുന്നതാണ്. ഓർക്കുക, അത് ഏദനിലെ അനുസരണക്കേടിൽ നിന്ന് ഒട്ടും തന്നെ കുറയില്ല. നിരവധി പ്രതിസന്ധികളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൽ ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കർത്താവിന് വേണ്ടി ജീവിച്ചു മരിച്ച അനേകം ഭക്തന്മാരുടെ ജീവിതത്തിലെ ദൈവിക പ്രസാദത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും അളവുകോൽ ഒരിക്കലും ഭൗതിക നേട്ടങ്ങളായിരുന്നില്ല. പുതിയ നിയമ തിരുവെഴുത്തുകൾ ഒരിക്കലും ദൈവിക പ്രസാദത്തിന്റെ അനന്തരഫലങ്ങളായി ഭൗതിക അനുഗ്രഹങ്ങളെ കാണുന്നില്ല. നമ്മുടെ ഏത് അവസ്ഥയിലും, അതായത് നമ്മുടെ സമൃദ്ധിയിലും കഷ്ടതയിലും ദൈവത്തിലും ദൈവത്തിന്റെ നടത്തിപ്പിലും വിശ്വാസവും പ്രത്യാശയും അർപ്പിക്കാനാണ് നമുക്ക് കൽപ്പനയുള്ളത്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവം വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് നിലനിൽക്കുന്ന ദൈവിക സമ്പത്തിന് അവകാശിയാക്കി വളർത്തിക്കൊണ്ടുവരുമ്പോൾ നശിച്ചു പോകുന്നതും നിത്യതയിലേക്ക് ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് വീണു പോകുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് രക്ഷാനിർണയം പ്രാപിച്ച ഓരോ ദൈവത്തിലും തങ്ങളുടെ ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവിനും ആത്മീക വളർച്ചയ്ക്കുമുള്ള സമയമായി ഈ പുതിയ വർഷത്തെ കാണണം. ദൈവികതം ഗ്രഹിക്കുന്നതിനായി തിരുവചനത്തിലേക്ക് നമുക്ക് തിരിയാം. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനായി നമ്മുടെ കാതുകളെ ഒരുക്കാം. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കട്ടെ. അതൊരിക്കലും ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനായുള്ള വിശ്വാസവും പ്രത്യാശയുമല്ല. നിലനിൽക്കുന്ന നിത്യതയിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തിലും ക്രിസ്തുയേശുവിന്റെ കൃപയിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലുമുള്ള ആശ്രയമാകണം. നമ്മുടെ എല്ലാം നിസ്സഹായതയിലും ആലോചനയും ബലവും നൽകി നമ്മെ നടത്തുന്ന ദൈവകൃപയുടെ മുമ്പാകെ താണിരിക്കാം. ഈ പുതുവർഷത്തിൽ ദൈവം ക്രിസ്തുയേശുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരിക്കൽ കൂടെ പുതുവത്സര ആശംസകൾ.